ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. പൃഥ്വിരാജ് സുകുമാരന്റെ ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന വലിയ സിനിമയായ ആട് ജീവിതം ദി ഗോട്ട് ലൈഫ് എന്ന സിനിമയുടെ തേർഡ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നജീബ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പൃഥ്വിരാജിന്റെ സിനിമയിലെ വളരെ യങ് ആയിട്ടുള്ള നേരത്തെ കണ്ട ലുക്കുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ലുക്കാണ് തേർഡ് ലുക്ക് പോസ്റ്ററായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. ആദ്യ രണ്ട് പോസ്റ്റർ പോലെ തന്നെ മൂന്നാമത്തെ പോസ്റ്ററും ഇതിനോടൊപ്പം തന്നെ മികച്ചു നിൽക്കുന്നു. സിനിമ ഏപ്രിൽ 10 വിഷു റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തുക. കൂടുതൽ അപ്ഡേറ്റുകൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. കഴിഞ്ഞ വർഷം ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ തുനുവിന് ശേഷം അജിത്ത് നായകനെത്തുന്ന അദ്ദേഹത്തിന്റെ അടുത്ത തമിഴ് സിനിമയാണ് വിടാമുയർച്ചി. മഗിഡ് തിരുമേനിയുടെ സംവിധാനത്തിൽ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളായിട്ട് വിദേശത്ത് അസർബൈജാനിൽ ഷൂട്ടിംഗ് നടന്ന വിടാമുയർച്ചി എന്ന സിനിമയുടെ അവിടുത്തെ ഒരു ലോങ് ഷെഡ്യൂൾ പൂർത്തിയാക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ഇന്ത്യയിലടക്കമാണ് സിനിമയ്ക്ക് ചിത്രീകരണം ബാക്കിയുള്ളത്. ഈ വർഷം പകുതിയോട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയേക്കും. 2023 റെക്കോർഡ് വിജയം നേടിയെടുത്ത വിജയ് നായകനെത്തിയ ലിയോ നേരത്തെ ഏകദേശം 1-2 ആഴ്ചകൾക്ക് മുന്നേ സൺ ടിവിയിൽ സംപ്രേഷണം ചെയ്ത മികച്ച TRP നേടിയെടുത്തിരുന്നല്ലോ. ഇപ്പോഴത്തെ സിനിമ ആദ്യമായിട്ട് ഒരു മലയാളം TV ചാനലിൽ കൂടി സംപ്രേഷണം ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. വരുന്ന ഫെബ്രുവരി 4 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സൂര്യ ടിവിയിൽ സിനിമ സംപ്രേഷണം ചെയ്യാനായിട്ടിരിക്കുന്നത്. ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന 2 വമ്പൻ പാൻ ഇന്ത്യൻ തെലുഗു സിനിമകളുടെ ഓവർസീസ് റൈറ്റ്സ് കൂടി വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ ഒന്ന് ജൂനിയർ NTR നായകനെത്തുന്ന ദേവര എന്ന സിനിമയാണ്. ചിത്രത്തിന്റെ ഓവർസീസ് റൈറ്റ്സ് 27 കോടി രൂപയ്ക്കാണ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. 2024 രണ്ടാം പകുതിയിൽ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. ഈ വർഷം അവസാനത്തോട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു വമ്പൻ തെലുഗു സിനിമയാണ് ശങ്കറിന്റെ സംവിധാനത്തിൽ രാം ചരൺ നായകനെത്തുന്ന ഗെയിം ചേഞ്ചർ. സിനിമയുടെയും ഓവർസീസ് റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുകയാണ്. 22 കോടി രൂപയ്ക്കാണ് സിനിമയുടെ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടിരിക്കുന്നത്. സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് എത്തിയ വമ്പൻ തെലുഗു സിനിമകളിൽ ഏറ്റവും കുറവ് റൈറ്റ്സ് ആണ് ഒരു ശങ്കറിന്റെ രാം ചരൺ സിനിമ എന്ന നിലയിൽ ഗെയിം ചേഞ്ചർ നേടിയെടുത്തിരിക്കുന്നത്. തെലുഗു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള 2024 ഏറ്റവും വലിയ സിനിമയാണല്ലോ പുഷ്പ ദി റൂൾ എന്ന പുഷ്പയുടെ രണ്ടാം ഭാഗം. അല്ലു അർജുൻ നായകനെത്തുന്ന സിനിമയുടെ റിലീസ് തീയതി ഒരിക്കൽ കൂടി റീകൺഫേം ചെയ്തിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞ് നേരത്തെ റിലീസ് തീയതി പ്രഖ്യാപിച്ചെങ്കിൽ പോലും പിന്നീട് ഡിസംബറിലേക്ക് റിലീസ് മാറ്റി നോക്കിയ റൂമറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പുഷ്പയുടെ രണ്ടാം ഭാഗത്തിന്റെ റിലീസ് തീയതിയിൽ ഒരു മാറ്റവുമില്ല എന്ന് ഒരിക്കൽ കൂടി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉറപ്പാക്കിയിരിക്കുകയാണ്. ഇനി 200ഓളം ദിവസങ്ങൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഈ കാണുന്ന പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ബ്രഹ്മയുഗം എന്ന സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. ഒപ്പം സിനിമയുടെ ആദ്യ ബുക്കിംഗ് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. രാഹുൽ സദാശിവത്തിന്റെ സംവിധാനത്തിൽ അർജുൻ അശോകൻ നായകനെത്തുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് ബ്രഹ്മാണ്ഡ ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയ്ക്ക് UA സർട്ടിഫിക്കറ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. ഇക്കാര്യം ഈ കാണുന്ന പോസ്റ്റർ ഇറക്കിക്കൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ കൺഫേം ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി 15 തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയുടെ ലോകത്തിലെ തന്നെ ആദ്യ ബുക്കിംഗ് കഴിഞ്ഞ ദിവസം UK ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രീസെയിൽ കണക്കുകൾ വരികയാണെങ്കിൽ അത് അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.